നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകും. നിങ്ങൾ തന്നെയാ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലാകില്ല. കേരളത്തിൽ തന്നെ തിരുവനന്തപുരം നഗരസഭ ആദ്യമായിട്ട് ജയിച്ചു. ആ നഗരസഭ ഇന്ന് നോക്കൂ, കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. എവിടെ നോക്കിയാലും കേരളത്തിൽ 6 കോർപ്പറേഷനുണ്ട്. പക്ഷേ സർവ്വ മാധ്യമങ്ങൾക്കും നവമാധ്യമങ്ങൾക്കും എല്ലാവർക്കും ചർച്ച ചെയ്യാനുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ബാക്കിയുള്ള 6 കോർപ്പറേഷനിലെ മേയർമാരുടെ പേര് ഒറ്റ ശ്വാസത്തിൽ പറയാൻ കഴിയും? പ്രയാസമാണ്. പക്ഷേ തിരുവനന്തപുരം മേയറുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. അത് മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ ഇവിടെ ചർച്ചാ വിഷയമാണെന്നേ. തിരുവനന്തപുരം കോർപ്പറേഷനും കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളും അതായത് നെഗറ്റീവായും പോസിറ്റീവായും ഇവിടെ ചർച്ചാ വിഷയമാണ്. അതായത് പൊങ്കാല കഴിഞ്ഞപ്പോൾ ഒന്ന് ചർച്ചയായിരുന്നു. എന്തും ആയിക്കൊള്ളട്ടെ, ഇനിയിപ്പോൾ പൊങ്കാല കഴിഞ്ഞപ്പോൾ ചർച്ച ചെയ്തു. അതായത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഇവിടെ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നൊരു പബ്ലിസിറ്റി ഇല്ല സ്മൃതി. നെഗറ്റീവ് ഓൺലി പബ്ലിസിറ്റി. ഇനിയിപ്പം കോർപ്പറേഷനെയും പൊങ്കാലയുടെ പേരിൽ BJPയെയും തിരുവനന്തപുരം കോർപ്പറേഷനെയും വിമർശിച്ചുകൊണ്ടാണെങ്കിലും ആ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അതാണ് ഏറ്റവും ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. നാടായ നാടൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മോദി പോകുമ്പോൾ അവിടുത്തെ മറ്റ് ജനകീയ വിഷയങ്ങളിലെല്ലാം ഊന്നാറുള്ളത് നമുക്കറിയാം. വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് മോദി പ്രസംഗിക്കാറുള്ളത്. അതിരൂക്ഷമായിട്ട് തന്നെയാണ് പ്രസംഗിക്കാറുള്ളത്. ആ പ്രസംഗങ്ങൾ ഏത് സംസ്ഥാനത്തിൽ പോയാലും, ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ പോയാലും എന്താണ് പ്രസംഗം നമുക്കറിയാം. ഇവിടെ എത്തിയപ്പോൾ അത് വിട്ടുകളയുന്നു എന്നുള്ളത് അങ്ങനെ സ്വാഭാവികതയിലെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ശ്രീ ഷാബു പ്രസാദ്. അതോടൊപ്പമാണ് ഈ BJP നേട്ടമുണ്ടാക്കിയ ഇടങ്ങളിൽ 2020 സീറ്റ് നൽകി എന്നുള്ള ആരോപണം കൂടി വരുന്നത്. തൃപ്പൂണിത്തറയിൽ എന്തുകൊണ്ട് ഒരു BJP സ്ഥാനാർത്ഥി ഉണ്ടായില്ല എന്നുള്ളൊരു സംശയമല്ലേ? ആ സംശയത്തിൽ അങ്ങേക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? സ്മൃതിയുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനും അതിന് മറുപടി പറയാനും എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. സ്മൃതിയുടെ ബുദ്ധിമുട്ട് സ്മൃതിയുടെ മാത്രം പ്രശ്നമാണ്. അത് സ്മൃതി തന്നെ തീരുമാനിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം സ്മൃതിയുടെ ബുദ്ധിമുട്ടിനുള്ള മരുന്ന് അത് സ്മൃതി തന്നെ കണ്ടുപിടിക്കും. പിന്നെ അതന്നെയാ പറയാൻ വരുന്നത്. ആദ്യം സ്മൃതിയുടെ ബുദ്ധിമുട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. തൃപ്പൂണിത്തറയിലേക്ക് വരാം. അല്ലല്ല, സ്മൃതി ബുദ്ധിമുട്ടോ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതായത് പറഞ്ഞു ആ ബുദ്ധിമുട്ട് സ്വയം അങ്ങ് തീർത്താൽ മതി എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. അതെന്നെ കൊണ്ട് പറ്റുന്ന, അതെൻ്റെ പണിയല്ല നാട്ടുകാരുടെ മുഴുവൻ ബുദ്ധിമുട്ട് തീർക്കുക എന്നുള്ളത്. പിന്നെ ഈ തൃപ്പൂണിത്തറയുടെ കാര്യം, തൃപ്പൂണിത്തറയിലെന്നല്ല കേരളത്തിൽ മുഴുവൻ നിൽക്കുന്നത് ഒരു മുന്നണിയാണ് സ്മൃതി. അതായത് വളരെ പരസ്യമായി തന്നെ ഓപ്പണായിട്ടുള്ള ഒരു സഖ്യമാണ് നിൽക്കുന്നത്. NDA ആണ് നിൽക്കുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥിയെ ഏത് സ്ഥാനാർത്ഥിയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ മുന്നണിയാണ് തീരുമാനിക്കുന്നത്. അവിടെ BJP എന്തുകൊണ്ട് നിർത്തിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് സാബു ജേക്കബിനെ നിർത്തി, 2020 നിർത്തി എന്നുള്ളതൊക്കെ ആ മുന്നണിയുടെ മാത്രം തീരുമാനമാണ്. പിന്നെ വേറൊന്ന്, ഒരു മുന്നണിയാകുമ്പോൾ ആ മുന്നണിക്ക് അതായത് നല്ല വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ചില മണ്ഡലങ്ങൾ കൂടെ അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് കേവല രാഷ്ട്രീയ മര്യാദയാണ്. ആ രാഷ്ട്രീയ മര്യാദയൊന്നും ഇവിടെ നമുക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. അല്ലാതെ ഒരു സാധ്യതയുമില്ലാത്ത, തീരെ വോട്ടുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത കുറേ എണ്ണം നിങ്ങളെടുത്തോ, ഞങ്ങൾക്ക് നല്ല ശക്തിയുള്ള സ്ഥലങ്ങളുണ്ട്, അത് ഞങ്ങൾ തരില്ല, ഈ പറയുന്നതിന്റെ പേര് ശ്രീ ഷാബു പ്രസാദ്. ഇപ്പോൾ 2020 നിങ്ങളുടെ മുന്നണിയിലേക്ക് വരുമ്പോൾ 19 സീറ്റുകൾ നൽകുന്നു. ആ 19 സീറ്റുകളിൽ BJPക്ക് നല്ല സ്വാധീനമുള്ള സീറ്റുകളും നൽകുന്നത് ഏത് തരത്തിലുള്ള ഡീലാണ്? അത് യഥാർത്ഥത്തിൽ ആരെ സഹായിക്കാനാണെന്ന സംശയം ഉയരാം. അങ്ങീ പറഞ്ഞ വളരെ സ്വാഭാവികതയിലാണെങ്കിൽ ആറന്മുളയിൽ BD ജയസിന് ആദ്യം സീറ്റ് കൊടുത്തു, അതിനുശേഷം ആ സീറ്റ് മാറ്റി കുമ്മനത്തിൽ കൊടുക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അങ്ങ് പറയുന്ന സ്വാഭാവികതയിലല്ല അവിടെ നടന്നിട്ടുള്ളത് കാര്യങ്ങൾ. അല്ല, അത് ഒരു കാര്യമുണ്ട്. സീറ്റ് വിഭജനം ഫൈനൽ ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് പലതരത്തിലുള്ള ചർച്ചകളുണ്ടാകും. പലതരത്തിൽ ചിലപ്പോൾ നേരത്തെ എടുത്ത തീരുമാനങ്ങൾ മാറിയെന്ന് വരും. അത് ഇതൊക്കെ ഉണ്ടാകും ചർച്ചകളുടെ ഫലം. ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണത്. അവസാനം ഫൈനൽ എത്തുന്ന സമയത്ത് ഇവിടെ ചിത്രം ക്ലിയർ ആവണമല്ലോ.
ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ UDFൻ്റെ കാര്യത്തിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അവസാനം ഫൈനൽ വന്ന സമയത്ത് അവരുടെയും ചിത്രം ക്ലിയറാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ജനാധിപത്യത്തിൽ സീറ്റ് ഒരു പ്രത്യേകിച്ചൊരു മുന്നണി രാഷ്ട്രീയത്തിൽ സീറ്റ് വിഭജനം നടക്കുമ്പോഴും ചർച്ചകളുണ്ടാകും, വാക്കുതർക്കങ്ങളുണ്ടാകും, പലവിധ പ്രശ്നങ്ങളുണ്ടാകും. അവസാനം അത് ക്ലിയറാവുന്ന രീതിയാണ് നമ്മൾ അത്ര കാലാകാലങ്ങളായിട്ട് കണ്ടിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകും. ശരി, എന്റെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ശ്രീ ഷാബു പ്രസാദ്. ഇല്ല ഞാൻ അടുത്ത ആളിലേക്ക് കൂടി പോകും. നമ്മുടെ സമയവും ബ്രേക്കുകളും കൂടുതലായതുകൊണ്ട് ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ തന്നെയാ പറഞ്ഞത്. എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ പറയേണ്ട കാര്യമില്ല ശ്രീ ഷാബു പ്രസാദ്. ചർച്ചയുടെ ഒരു മാന്യത കാത്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുക. അഡ്വക്കേറ്റ് BN ഹസ്കർ